പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കമ്പൗണ്ടറെ പുറത്ത് കുറേ ആൾക്കാർ വലിയങ്ങയും ചെറിയങ്ങയും അനാവശ്യമായിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും വേദിയുടെ മുന്നിൽ വന്നതേക്കൊണ്ടാണ് കേട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുല്ലൂരിക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ വേദിക്ക് എത്തുകയുണ്ട്. ശബ്ദ കേൾക്കുന്ന എല്ലാവരും പുറത്തിരിക്കാണ്ട് ഇവിടുത്തെ ഭാരവാഹികൾ ആ പുറത്തുള്ള എല്ലാ മക്കളെയും ഉൾക്കാക്കിട്ട് കുറെ ആൾക്കാരിനുള്ള ഭരണുകൊണ്ട് ഭരരായത്തെ ആൾക്കാരുള്ള ഭരണുകൊണ്ട് ഗಂಟ ഒലിമ്പ് ഗಂಟയോ ಬಂತು. ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ് കൊണ്ട് വേദിയിൽ എത്രയോ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്ന ഉസ്താദ് ഇന്നലെയാണ് ഉസ്താദ് തൃശ്ശൂർ ജില്ലയുടെ പുറത്തായിട്ട് കോഴിക്കോടില് ജാവുക ആയിട്ടായിട്ട് കോഴിക്കോട് സുബൈ പുറത്തായിട്ട് 6:10 നല്ല ബദ്ധിയാർക്ക് എത്തിയത് നാഷ്ട കാര്യങ്ങളെല്ലാമായിട്ട് ഉസ്താദ് ഇപ്പോ ഇൻഷാ അല്ലാഹ് ഈ വേദിക പറ്റുകൊണ്ട് ഉസ്താദിന്റെ പ്രൗഢോജ്വലമായ പ്രഭാഷണവും നമുക്ക് എല്ലാവർക്കും കേൾക്കുന്നു. സഹോദരങ്ങളെ, ഉസ്താദ് പണ്ടോടത്തോളം ചില വിഷയങ്ങളെ മാത്രമേ നിങ്ങളെ മുന്നിലും ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. 2024 താരീഖ് 2 ഞങ്ങളെ ഇന്നത്തെ പരിപാടി തുടങ്ങണമെങ്കിലും നാളെ സയ്യിദ് തറവാട്ടിലെ അഗ്രഗണ്യനായവരുമായ കർക്കി തങ്ങളെന്നറിയപ്പെടുന്ന ബഡ്ഖാല ഭാഗത്തിലെ വലിയ പണ്ഡിതനും ആലിമും സയ്യിദും കൂടിയായി തങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തും. 3-ാമത്തെ 25 താരീഖ് ബാലാസരണ്ട് ഈ ബദ്യാറ് മൈതാനത്തിൽ വെച്ചിട്ട് നിക്കാഹ് കാര്യങ്ങൾ പോലും നടക്കുക. അൽഹംദുലില്ലാ, വർഷങ്ങളോളായി ജലാലിയ വാർഷികത്തെ ഭാഗമായിട്ട് നടക്കുന്ന ഇത്ര വലിയ പ്രൗഢോജ്വലമായ 3 നാളത്തെ പരിപാടികൾ വർഷങ്ങളോളായി ഇവിടെ നടന്നുകൊണ്ട് വന്നുകൊണ്ടുള്ളത്. അൽഹംദുലില്ലാ, ബദ്രിയ ജുമാ മസ്ജിദ് ബദ്യാറുകളുടെ ഈ റായ അള്ളാഹുടെയും അള്ളാഹുടെ ദീന്റെയും മുറുകെ പിടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശദീകരിച്ചൂടെ ഒന്നും ചൊല്ലുക ഉദ്ദേശിക്കില്ല. ഈ കാലം എല്ലാം ഹറാമിയത്തിൽ പോണ കാലങ്ങളായതുകൊണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ദീന് ചൗക്കട്ടിൽ നിൽക്കണൂച്ചുള്ള ഉദ്ദേശത്തിൽ, ഞങ്ങളെ ദീനുക്ക് പല ഭരണൂച്ചുള്ള ഉദ്ദേശത്തിൽ, ഞങ്ങളെ ദീന് സുന്നത്ത് ജമാഅത്തിലെ ദീനാവണൂച്ചുള്ള ഉദ്ദേശത്തിൽ ആരും തപ്പിപ്പോണു തീരച്ചുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ജമാഅത്തിൽ ഇത്തരക്കും വലിയ വിപുലമായ പരിപാടി നടത്തുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നന്റെ ശബ്ദ കേൾക്കണ വീണ്ടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത്, അപ്പുറയും ഇപ്പുറയും നടന്നുകൊണ്ട് പോയിട്ടുള്ള ആൾക്കാർ, ആവശ്യമില്ലാണ്ട് അനാവശ്യമായിട്ട് നടക്കുന്ന ആൾക്കാർ എല്ലാരും വേദിയുടെ മുന്നിലോ ദൈക്കൊണ്ടാണ് കേട്ടുകൊണ്ടുള്ളത്. ഉസ്താദ് വരുമ്പോ ഈ വേദി കാലിയായിട്ട് കണ്ടത് അത്ര ചന്തല്ലാണ്ടാണ് ഓർമ്മപ്പെടുത്തരുത്. സഹോദരങ്ങളെ, റജബ് തിങ്കളാണ്. റജബുടെ മഹത്വങ്ങൾ പഠിച്ചങ്ങാണ് കേട്ടങ്ങാണ് വിശദീകരിച്ചു ചൊല്ലേണം ആവശ്യമില്ല. മഹാന്മാർ റജബുടെ വിശദീകരിച്ചത് നല്ല തിങ്കളിൽപ്പെട്ട ഒരു തിങ്കളും കൂടിയാണ്. യുദ്ധ ഹറാമാക്കിയ തിങ്കളിൽ ഒരു തിങ്കളും കൂടിയാണ് റജബ്. ഇപ്പൊ എല്ലാ മോത്തും ദുആ കേട്ടുകൊണ്ടുള്ളത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഈ റജബിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണു, ശഅബാനിലും ബറക്കത്ത് തരണു, റമളാൻ മാസം എത്തിച്ചു തരണു. റമളാനുക്ക് മുന്നിലുള്ള തിങ്കളാണ് ശഅബാൻ, ശഅബാനുക്ക് മുന്നിലുള്ള തിങ്കളുള്ളതാണ് റജബ്. ഈ 3 തിങ്കളും വലിയ മഹത്വങ്ങളുള്ള തിങ്കളാണ്. ആ തിങ്കളിലാണ് ഞങ്ങളെ റായത്തിൽ നടക്കുന്ന വലിയൊരു 3 നാളത്തെ പരിപാടി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
മാത്രമല്ല ഈ റജബ് മഹാന്മാരായ വഫാത്തായി പോയ തിങ്കളും കൂടിയാണ്. ചരിത്ര പ്രസിദ്ധമായ ചില ചരിത്രങ്ങളും ചൊല്ലുകൊള്ള തിങ്കളും കൂടിയാണ്. യുദ്ധങ്ങൾ ഹറാമാക്കിയ തിങ്കളിൽ ഒരു തിങ്കളും കൂടിയാണ് റജബ്. അള്ളാഹു ധാരാളം റജബ് തിങ്കളിൽ ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ഇബാദത്തുകളും ചെയ്യുക അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഉസ്താദ് എത്രമാ ദൂരത്തിൽ നിന്നിട്ട് യാത്രയുമായിട്ട് ഇവിടെ എത്തുമ്പോൾ ഞങ്ങളെ വേദി കാലിയാവുക തീരാണ്ടാണ് മൂന്നാമത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത്. ആ പറത്തുള്ള എല്ലാരും ഈ റായത്ത് ആൽമാറും പല റായത്ത് ആൽമാറും എല്ലാം വന്നോണ്ടുള്ളാർ. കുറെ ഗസ്റ്റുകളുടെ ഭരണുകൊണ്ട് ചില ആൾക്കാരുടെ എത്തുകയുമുണ്ട്. കുറെ ദൂരത്തിൽ നിന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഉസ്താദരെയും ഞങ്ങൾ വേണ്ടതുപോലെ സ്വീകരിക്കണം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നല്ല തിങ്കളില് നല്ല ഇബാദത്ത് എടുക്കുന്ന നാളുകൾ കൂടിയാണ്. ഇബാദത്തുക്ക് പ്രേരിപ്പിക്കുന്ന തിങ്കളും കൂടിയാണ്. മഹാന്മാരെ ഭാഷയിൽ ഗുനിയത്തു ത്വാലിബീൻ ചൊല്ല കിതാബിൽ അതേപോലെ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ ചൊന്നത് ബിത്തുടകുള്ള തിങ്കളും ശഅബാൻ അതിലെ ബലിയാക്കുള്ള തന്നി ബീത്തിട്ട് ബലിയാക്കുള്ള തിങ്കളും റമളാൻ അതിൽ ബന്റെ ഫലങ്ങൾ എടുക്കുന്ന തിങ്കളും കൂടിയാണ്. വിശദീകരിച്ച് ചൊല്ലേണ്ട ആവശ്യം ഇല്ല. ഇവിടെ ആർക്കും ഇതിനെ വിശദീകരിച്ച് ചൊല്ലേണ്ട ആവശ്യമില്ല. കാരണം എന്തേ, ഭിത്തിയുടെ തിങ്കൾ ചൊല്ലുമ്പോ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലത്തെ കിതാബുകളിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ വിശദീകരിച്ച വിശദീകരണത്തിൽ ഇങ്ങനെയായിരുന്നു: ഇബാദത്തുക്ക് ഞങ്ങൾ എല്ലാവരും നല്ല നിലക്ക് വളരെയേറെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് അതുക്ക് ഒറുങ്കൂടെ തിങ്കളും കൂടിയാണ്. നല്ല ദിക്റുകളും ഔറാദുകളും ഇബാദത്തുകളും നിസ്കരിക്കുള്ളതും നല്ല കാര്യങ്ങൾ ചൊല്ലുള്ള തിങ്കളും കൂടിയാണ് ഈ റജബ് തിങ്കള്. ഈ റജബിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു വേദി കിട്ടിയത്. ഇതിക്ക് വലിയൊരു ബറക്കത്തുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാർ അങ്ങ് ചെന്നു തന്ന ബാധകൾ അങ്ങ് ആരും തപ്പാക്കിയല്ല, അങ്ങ് ആരും ഹറാമാക്കിയല്ല, അങ്ങ് ആരും ബെടക്ക് കാര്യത്തിക്ക് പോയങ്ങ അല്ല. ബെടക്ക് പോയെങ്കിൽ അങ്ങനെ കണ്ണിൽ ധാരാളം തണ്ണികൾ 24 ഗണ്ട വന്നിട്ട് അള്ളാഹുടെ മാത്രമേ ഓർമ്മപ്പെടുത്തിയിട്ട് ഇബാദത്തുകൾ ഡബലാക്കിയ ഒന്ന് ആൽമാരായിട്ട് മഹാന്മാർ. ഞങ്ങളാണെങ്കിലോ ആഖിറ സമാനിന്റെ ചണ്ടി ചപ്പ് ചവറുകളായ എന്തുമറിയാത്ത ധിക്കരികളായ ഞങ്ങളെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും തപ്പുകൾ വന്നു പോയപ്പോൾ അതിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ ചിന്തിക്കുക ഞങ്ങൾ പോലും ആരും റെഡിയില്ലാത്ത കാലഘട്ടത്തിലാണ്. തവക്കുലില്ലാത്ത കാലം, അള്ളാഹുടെ ഓർമ്മയില്ലാത്ത കാലം, റസൂലുക്ക് സ്വലാത്ത് ചൊല്ലാത്ത ആ കാലം എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആരാണ് അള്ളാഹുടെ റസൂലുടെ മുറുകെ പിടിച്ചിട്ട് ജീവിക്കിടാറ, ദീനുടെ ചൗക്കട്ടിൽ ജീവിക്കിടാറ, മദ്ഹുകൾ റസൂലുള്ളാന്റെ ചെൽഡാറ, സ്വലാത്തുകൾ ഇങ്ങനെ കൂടുതൽ പതിവാക്കിടാറ, നല്ല ദിക്റുകളും ഇങ്ങനെ നാവുകൾ ചലിപ്പിക്കിടാറ, നല്ല കാര്യത്തിലേക്ക് മുന്നോളാറല്ല പോണ്ടാറ. അതെല്ലാം മുഅ്മിനിലെ ലക്ഷണങ്ങളാണ് മഹാന്മാർ ചൊന്നത്. സഹോദരങ്ങളെ, വിശദീകരിച്ചിട്ട് ചൊല്ലുള്ള ഞങ്ങളെ രായത്തില് വലിയൊരു പരിപാടി നടന്നോണ്ടുണ്ട്. ഇപ്പെല്ലാര് പേപ്പറിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കണ്ടോണ്ടുള്ളാറ്. ഞങ്ങളുള്ള പള്ളി വലിയ മഹത്വങ്ങളുള്ളതാണ് പള്ളി. ആ പള്ളി അള്ളാഹുടെ പള്ളിയാണ്. അള്ളാഹുന്റെ റസൂലും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹുടെ പള്ളിയുടെ പൊളിച്ചിട്ട് അതേ ജാഗത്തിലുള്ള ലംഘത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട പള്ളിയുടെ ഇല്ലാണ്ടാക്കിയിട്ട് വേറൊരു ആൾക്കാർ ഞങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് പേര് ചെല്ലേണ്ട ആവശ്യമില്ല. അവിടെ ഒരു കാര്യങ്ങൾ അതെല്ലാരും റെഡിയാക്കിയിട്ട് ഉദ്ഘാടനമെല്ലാം ആക്കിയപ്പോൾ ഞങ്ങളെ മുഅ്മിനുകളായ മനസ്സിലൊരു ബേജാറ്, എന്തെന്നില്ലാത്ത ഒരു ടെൻഷന്, എന്തെന്നില്ലാത്ത ഒരു ബേജാറ്. എല്ലാരെ മോത്തും ചർച്ച ചെയ്ത് ഞങ്ങളെ പള്ളിയിലല്ലേ, ഞങ്ങൾക്കുള്ള നല്ല പള്ളിയായിരുന്നു. ഓ മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കുന്ന ജാഗമായ പള്ളി. ആ പള്ളിയിൽ എത്ര ബാങ്ക് നടന്നു, എത്ര ജമാഅത്ത് നടന്നു, എത്ര ദിക്റുകൾ അവിടെ നടന്നു, എത്ര ആൾമാർ സുജൂദിട്ടാറ്. ഇതാർക്കും ഇവിടെ ചർച്ചയില്ലല്ലേ.
ചർച്ചയുടെ ആവശ്യമാകുകയില്ലല്ലേ? ഞങ്ങളെ മനസ്സിൽ അല്ല വന്നത് ഞങ്ങളെ ബാബരി മസ്ജിദ് പൊളിഞ്ഞു പോയിത്തല്ലേ? പൊളിച്ചതാര്? പൊളിക്കുക പ്രേരിപ്പിച്ചതാര്? അതിന്റെ ഭാഗത്തിൽ ന്യായത്തുക പോരാടിയതാര്? ഇതിന്റെ ഭാഗ്യം നിങ്ങൾ വേണ്ടതുപോലെ കൊണ്ടുള്ളങ്ങല്ലേ ആയങ്ക. ഞങ്ങൾ എല്ലാരും ചിന്തിക്കാത്ത ഒരു വിഷയമുണ്ട്. അതെന്തിനു കൊണ്ടുണ്ട? ഞങ്ങൾ ചിന്തിക്കാത്ത ഒരു വിഷയമുണ്ട്. മുഅ്മിനുകളായ ഞങ്ങൾ എല്ലാരും ചിന്തിക്കാത്ത ഒരു വിഷയ അള്ളാഹുടെ പള്ളി. അത് നല്ലതും കൂടിയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൂടിയാണ്, അള്ളാഹു വളരെയേറെ സന്തോഷിക്കുന്ന ജാഗയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണായിന്ത്, നോക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കണായിന്ത്, കേൾക്കുന്ന വിഷയങ്ങളെല്ലാം കേൾക്കണായിന്ത് ആയങ്ക. ആഖിറ സമാന് മുട്ട വന്നോണ്ടിരിക്കുമ്പോ പള്ളിയിൽ ദിക്റുകൾ കേൾക്കില്ല. മുഅ്മിനുകളായ ഞങ്ങൾ ചിന്തിക്കണോ? ആ ഉസ്താദുമാരെല്ലാരും എതിര് പറഞ്ഞു. ഞങ്ങളെ ഡിവിഷൻ മട്ടത്തെ മദനി ഉസ്താദും വേദിയിലേക്ക് പറഞ്ഞു. അതേപോലെ തന്നെ മദ്രക്കത്തെ ഉസ്താദുമാർ ഈ ഭാഗത്ത് ഞങ്ങളെ പറപ്പു ജമാഅത്തിലെ ഖതീബ് ഉസ്താദ്, പറപ്പു പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും ഞങ്ങളെ വേദിയിലേക്ക് വന്നിടാറ്. മാജി പ്രസിഡന്റ് കാസിമാക്ക ഞങ്ങളെ വേണ്ടതുപോലെ നല്ല സഹകരിക്കണു. ചെറിയൊരു ക്ഷണം സ്വീകരിച്ചിട്ടാണ് അല്ല വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പലേറായത്ത ആൾക്കാരുടെ എല്ലാം പറഞ്ഞുകൊണ്ട് അപ്പുറം ശിവമുഖ ഭാഗത്തിൽ നിന്നിട്ട് ഇപ്പുറം കടബ, നെല്ലിയാടി, ഈ ഭാഗത്തിൽ വേണൂർ, ഉൾത്തൂർ, മൂടബിദ്ര അടക്കം എല്ലാം ഉള്ള ആൾക്കാർ ഈ ഭാഗത്തെല്ലാം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബൈബിളിലെ മുദരിസ്മാർ, പണ്ഡിതന്മാരായ വാഗ്മികൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങൾ എന്താക്കണം സ്വീകരിക്കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഗസ്റ്റുമാർക്കെല്ലാം വേണ്ടതുപോലെ വ്യവസ്ഥ ദയിക്കുകയെല്ലാം ഇല്ലെങ്കിലും ഉള്ളതുപോലെ തൃപ്തിപ്പെട്ടിട്ടാണ് അങ്ങ് വരുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ചൊന്നത് മുഅ്മിനുകളായ ഞങ്ങൾ എല്ലാവരും ചിന്തിക്കണോ? അള്ളാഹുടെ റസൂല് ഞങ്ങൾക്ക് എത്രമാ വർഷങ്ങൾക്ക് മുന്നോളൂ ഈ രായത്തുക മാത്രല്ല ലോകത്ത് എല്ലാ മോത്തുകും ഞങ്ങൾക്കായിട്ട് ദീന് കൊണ്ടുവന്ന് 25 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്കായിട്ട് ദീന് കൊണ്ടുവന്നപ്പോൾ ആ നിസ്കാരങ്ങൾ, നോമ്പുകളും, സകാത്തുകളും, ഹജ്ജുകളും, ഫർലായ കാര്യങ്ങളും, സുന്നത്തുകളും, ഹറാമായതെന്ത്, കറാത്തായതെന്ത് എന്തെല്ലാം ആക്കണോ, എന്തെല്ലാം ചൊല്ലണോ ചൊല്ലത് ദീന് കൊണ്ടുവന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങൾ പതിവായിട്ട് ഇവിടെ എല്ലാം ഫോളോ ആക്കിടാൽ മാറാവണോ? അള്ളാഹു ഞങ്ങളൊട്ടിಗೆ ചെന്നില്ലേ? നബി തങ്ങൾ ഞങ്ങളൊട്ടിಗೆ ഓർമ്മപ്പെടുത്തില്ലേ? ഓ മുഅ്മിനുകളെ, അള്ളാഹുടെ പല്ല് ഇബാദത്തുള്ളതാണ്, അള്ളാഹുടെ പല്ല് ദിക്റുകൾ ചൊല്ലതുള്ളതാണ്, അള്ളാഹുടെ പല്ല് നല്ല ഔറാദുകൾ കൊണ്ട് പുതക്കുള്ളതാണ്. ആയങ്ക ഞങ്ങാരും പള്ളിക്ക് ജമാഅത്തിക്ക് എത്താത്തത് കൊണ്ട്, ഞങ്ങൾ പള്ളിയിൽ അസ്വലാത്താവുമ്പോ എത്താത്തത് കൊണ്ട്, പള്ളിയിൽ വേണ്ടതുപോലെ കാര്യക്രമം ഇടപെടാത്തത് കൊണ്ട് ഇതുപോലത്തെ പള്ളികൾ അല്ലാഹു ഞങ്ങളൊട്ടി ഇല്ലാണ്ടാക്കിക്കൊണ്ടുണ്ട്. അപ്പോഴാണ് മുഅ്മിനുകളായ ഞങ്ങൾ ചിന്തിച്ചത്, പള്ളി പോയിത്തല്ലേ, പള്ളി പൊട്ടിത്തല്ലേ, വേറൊരു മന്ദിരാക്കിയറല്ലേ, വാട്സാപ്പിൽ കാണുമ്പോ ഒരു ടെൻഷന്. ഓ മുഅ്മിനുകളെ, യഥാർത്ഥ ഒരു മുഅ്മിന്റെ കോലത്തിൽ ഇന്നെങ്കില്, ഒരു മുസ്ലിമിന്റെ കോലത്തിൽ ഇന്നെങ്കില്, ഒരു നല്ല മുസ്ലിം നാമധാരി മാത്രാവാണ്ട് ഇസ്ലാമിന്റെ ചൗക്കട്ടിൽ ഇന്നെങ്കില് ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ? അതല്ലേ ഹബീബ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. നക്കിനിങ്ങ റസൂലുള്ളാഹി തങ്ങൾ ചെന്നത്, ഇലാഹിയായ റബ്ബുക്ക് ആരെങ്കിൽ ധിക്കരിച്ചു പോണ്ടാരാ, ആരെങ്കിൽ എതിരിട്ട് നടക്കിടാരാ, ചൊന്നയുടെ കാര്യത്തിൽ തൃപ്തിപ്പെടാണ്ടിക്കിടാരാ എന്നെങ്കിൽ ഇലാഹിയായ റബ്ബ് നിങ്ങൾക്കായിട്ട് ഇവിടെ ധിക്കാരിയായ യജമാനെ പോലോത്ത വലിയ വലിയ മുഖ്യമന്ത്രികൾ, MLA ഇറക്കി തരൂ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വിശദീകരിച്ച് ചൊല്ലേണ്ട ആവശ്യമില്ലല്ലേ? അൽഹംദുലില്ലാഹ്. ഞങ്ങളെ സ്വഭാവങ്ങളും നല്ലാവണോ, പെരുമാറ്റങ്ങൾ നല്ലാവണോ, ശൈലികളും നല്ലാവണോ, എല്ലാ നിലക്കുള്ള ഇടപെടലുകളും നല്ലാവണോ. അതുകൊണ്ട് എന്റെ ശബ്ദ കേൾക്കടെ റായത്തിലുള്ള എല്ലാ മുഅ്മിനുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവത്തെ കുറിച്ചിട്ട് കേട്ടിട്ടാകുമ്പോ വർണ്ണനാക്കുകൂടെ ആരും ഒരു പമ്പടും വന്നില്ലല്ലേ? ചന്തത്തെ പകരബൈക്ക് നോക്കിയപ്പ ജമാലു കലാമീസാല
പകരത്ത് ഒരു ചന്തമൂടെ വന്നില്ലല്ലേ. ഇനിയാണെങ്കിൽ ഇൽമുൽ പകര നോക്കുമ്പോ അതുക്കുള്ള പകരമായിട്ട് ഒരാളൂടെ വന്നില്ലല്ലേ. ഏത് വിഷയത്ത് നോക്കുമ്പോ ഒരു പകരക്കാരനായ ഒരാളും ഈ ലോകത്തും ആരും കണ്ടോണ്ടില്ലല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്രമാ കിലോമീറ്റർ അപ്പുറത്തിൽ നിന്നിട്ട് വാതു ചൊല്ലുകയായിട്ട് ഞങ്ങൾ നല്ല നിലക്കുള്ള പ്രഭാഷണകാരനായ മുല്ലൂർക്കര ഉസ്താദ് ഇനി ഒരു 5 മിനിറ്റിലൂടെ എത്തുമ്പോൾ ചൊല്ല ചില വിഷയങ്ങളും നല്ല നിലക്ക് കേൾക്കേണ്ടത് കൂടിയാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ ദാരിമി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ശബ്ദ കേൾക്കടെ കുറേ ആൾക്കാർ ഞങ്ങൾ ചിന്തിക്കണം. പരരായത്തെ ആൾക്കാർ ನನ್ನ ജമാഅത്ത് ನನ್ನ ರಾಯಂ ಪರಪ್ಪುಲ ಪಾಲക്കാർ ಬಂದೊಂಟುಳ್ಳಾರು ಬಂಡಾರ್ ಅದರೊಟ್ಟಿಗೆ ಈ ಸೈಡ್ ಕೊರಗೊರ ಆಲಿಮಾಯ ಪಂಡಿತന്മാർ ഉസ്താദന്മാർ എല്ലാവരും മുന്നോട്ട് തെച്ചിറാറ്. ചില മുദരിസ്മാരോട് ഇപ്പൊ എത്തിറാറ്. എല്ലാവർക്കും വേണ്ടതുപോലെ വേദിയിൽ സൗകര്യം ഇല്ലെങ്കിൽ നല്ല മറ്റം പോലത്തെ ഒരു ഗസ്റ്റ് ദൈക്കോകള് കുറുസും കീഴിൽ വെച്ചിറ്. സഹോദരങ്ങളെ, വിശദീകരിക്കുക കൂടെ ടൈമും ഇല്ല. ഉസ്താദ് ഒരു കാര്യങ്ങൾ ഞങ്ങളുടെ ബോധ്യപ്പെടുത്തിട്ട് നാണ് ബണ്ടോടുത്തോൾ എന്തെങ്കിലും സ്റ്റേജിൽ ആൾക്കാർ ദൈക്കട്ട് അപ്പുറം ഇപ്പുറം നടക്കണ്ട, നിങ്ങൾക്ക് ഒരു ചൊന്നൂറും ചൊന്നിട്ടാകുമ്പോഴാണ് എഞ്ചിനിൻ്റെത്. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശദീകരിക്കുക കൂടെ ഒരു ടൈമും കൂടിയില്ല. അള്ളാഹു ആദരിച്ചതിരെ ആദരിക്കണോ, അള്ളാഹു ബഹുമാനിച്ചതിരെ ബഹുമാനിക്കണോ, അള്ളാഹു റെസ്പെക്ട് കൊടുക്കുക ചെന്നത് റെസ്പെക്ട് കൊടുക്കണോ. അള്ളാഹു ഏത് വിരോധിച്ചിടാ അത് വിരോധനത്താൽ മാരണങ്ങ ആവണോ. ആലിമീങ്ങളെ വൈകൾ പിൻപൊട്ടി ജീവിക്കിടാൽ മാരണങ്ങാവണോ. ആലിമീങ്ങളല്ലേ ഇവിടെ വലിയ ആൾക്കാര്. അള്ളാഹുടെ ദീന്, ആ ദീനിനെ മുറുകെ പിടിച്ചിട്ട് കൊണ്ടുവന്ന ആരാണ്? സ്വഹാബത്തുൽ കിറാം, താബീകൾ, തബഉ താബീകൾ, ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ പിന്നെ ഊടെ ദീന് കൊണ്ടുവന്നെങ്കത്തെ ഒരേ ഒരു ആൾക്കാരുള്ളൂ, അത് ആലിമീങ്ങൾ മാത്രമാണ്. അതിപ്പോ ട്രെൻഡായിടും ഉസ്താദേ. ആലിമീങ്ങൾ സ്റ്റേജിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞങ്ങമേ എല്ലാം കൈകാര്യം ചെയ്ത ചൊല്ലിട്ടൊരു ടീമൂടെ വന്നിരി. ഞങ്ങൾക്ക് തിരിയുമ്പോ ഗൊന്താമ്പോ ലേട്ടാകുമ്പോ ഞങ്ങൾ ഈമാനും ഊരിപ്പോയിട്. ഓ മുഅ്മിനുകളെ, ഞങ്ങൾ ചിന്തിക്കുള്ള കാരണം എന്തൊരു ഗൊന്തുണ്ടാ, ഇത് റസൂലുള്ള തങ്ങ ചൊന്നതാണ്. പണ്ട് 1400 വർഷങ്ങൾക്ക് മുന്നേ നബി തങ്ങ ചൊന്ന ഒരേ ഒരു വിഷയങ്ങൾ പൊട്ടായിട്ടില്ലല്ലേ. നബി തങ്ങൾ ചൊന്നില്ലേ മരത്തുക ജീമയില്ല, പക്ഷേ വിരോധനാക്കിയ സയന്റിസ്റ്റുമാര് അതിക്ക് ജീമ ഉണ്ട് ചൊന്നു നടന്നെങ്കിലും 2023 24 സ്റ്റേറ്റ്മെന്റ് അമേരിക്കയില് അത് ജീമ ഇല്ല. നബി തങ്ങ 1400 വർഷങ്ങൾക്ക് ചെന്നുപോയിടല്ലേ. പക്ഷേ ഞങ്ങൾ പോലും അപ്പ അംഗീകരിക്കുക റെഡിയില്ല. ഞങ്ങളെ എഡ്യൂക്കേഷൻ ജോറായിട്ട് പഠിപ്പുക പ്രചോദനം ജാസ്തിയായിട്ട് ഞങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങൾ തിരിഞ്ഞല്ലേ. രണ്ടാമത്തത് നബി തങ്ങ ചൊന്നില്ലേ നോമ്പ് പിടിക്കറോ. റജബാണ്, നെക്സ്റ്റ് ഷഅബാനാണ്, പിന്നെ റമളാനാണ്. വലിയ പ്രാധാന്യമുള്ള തിങ്കളല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ചൊന്ത് സൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോക്കറു ആരോഗ്യം ഉണ്ടാഹു. ആയങ്ക ഹെൽത്ത് ഭാഗത്തിൽ സയന്റിസ്റ്റുമാർ എഴുതി വെച്ചാറ് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാ, ബ്ലഡ് ക്യാൻസർ ഉണ്ടാ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാ, കിഡ്നി ഫെയിൽ ഉണ്ടാ, മൂത്രത്തുകല്ല് ഉണ്ടാ. യുവാക്കളെ നോമ്പ് നോക്കറു. സയന്റിസ്റ്റുമാര്, ചർച്ചിലെ ഫാദർമാര്, മോർഫാൽഡ് തുടങ്ങിയ ആൾക്കാർ ഞങ്ങളെ വിഷയത്തിൽ എഴുതി വെച്ചാറ്. ഫൈസാനെ റമളാൻ ചൊല്ലെ ഉറുദു കിതാബിൽ ഈ സംഭവങ്ങൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് ചൊന്ന കാര്യത്തിൽ ഞങ്ങൾ ആരും വളരെയേറെ ഈമാൻധാരികളായില്ല. സയന്റിസ്റ്റുകൾ ചൊല്ലുമ്പോ അത് ഭയങ്കര സംഭവമാക്കി മാറ്റിയ വൈറസ് രോഗമന്തല്ലേ, കൊറോണ ബന്ത്, കൊറോണക്കാട്ടി മുന്നുള്ള വലിയ രോഗങ്ങൾ നിഫ വൈറസ് ബന്ത്, ഇങ്ങനെ ചിക്കൻ ഗുനിയ ബന്ത്. ഞങ്ങളെല്ലാരും ഓടി നടന്നത് മറന്നുക.
നല്ലതാണ്. പക്ഷേ സയന്റിസ്റ്റുകൾ ചൊന്നാറ് വൈറസ് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും അംഗശുദ്ധിയാക്കൊരു. പക്ഷേ നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുൻപ് ചൊന്തു FMT ചൊല്ല രോഗങ്ങള് മുസ്ലിം സമുദായത്തിക്ക് ബറകില്ല. കാരണം എന്ത് ഗൊന്തുണ്ട 5 വക്ത് ഉളു എടുക്കിട ഒരു മുസ്ലിമായ ഒരു മനുഷ്യക്ക് ഏതും പേടിക്കേണ്ട ആവശ്യമില്ല. ഓ മുഅ്മിനേ, ഞങ്ങളെ ഈമാനിന്റെ പവർ എവിടെ പോയിട്ട്, ഞങ്ങൾക്ക് ഈമാന്റെ ശക്തി എവിടെ പോയിട്ട്, ഈമാനുകളുടെ ബല എവിടെ പോയിട്ട്? 1400 വർഷങ്ങൾക്ക് മുന്നിൽ ചെന്ന നബി തങ്ങളെ പലക്ക 2024 അതിക്ക് ശക്തി കൂടണമെങ്കില പകരമില്ലല്ലേ, നിരോധിക്കുകയില്ലല്ലേ. സത്യത്തിന് മേലെ ഞങ്ങാരും വിരോധമല്ലല്ലോ. ഇതിനെക്കാട്ടി വലിയ നേതാവ് എവിടെയാണ്? സയന്റിസ്റ്റുമാർ ചൊന്നില്ലേ, വലിയ വലിയ ആൾക്കാരങ്ങൾ വെച്ചാറ് ദ ബെസ്റ്റ് ലീഡർ ഓഫ് ദി വേൾഡ്, ലോകത്തിൽ വെച്ചിട്ട് ബെസ്റ്റ് ആണ്. ദ ഫിസിഷ്യൻ ഓഫ് ദി വേൾഡ്, ദ തിങ്കർ ഓഫ് ദി വേൾഡ്, ദ ലോയർ ഓഫ് ദി വേൾഡ്. ഇതിന് പകരമായിട്ട് ഒരാളും ഇവിടെ ആരുമില്ലല്ലോ. നബി തങ്ങ ചെന്നതല്ലേ. എന്താണ്? നിങ്ങൾ സ്വഭാവങ്ങൾ നല്ലവണ, നിങ്ങളെ ബുദ്ധി നല്ലവണ, നിങ്ങളെ നല്ല കാര്യത്തിൽ ഉത്തമമായിട്ട് കിട്ടണ. നബി തങ്ങൾ ചൊന്നില്ലേ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. നന്റെ സ്വഭാവങ്ങൾ പഠിക്കറോ, നന്റെ റൂട്ടുകൾ നോക്കറോ, നാണ് ചൊന്നതേ കേക്കറോ, നാണ് ചൊന്ന കാര്യത്തിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കറോ. ബാലക്കാര് മക്കളെ, ഹറാമിയത്ത് നടക്കുന്ന കാലമാണ്, ഹറാമിയത്തിന് പ്രചോദനം കൊടുക്കുന്ന കാലമാണ്, ഹറാമത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കാലമാണ്. നല്ല കാര്യത്തിൽ ആരും ഇവിടെ വാദിക്കാണ്ടിക്കില്ല. ബടക്ക് വാദിക്കിടാറ് അത് സത്യമാണ്, നേരാണ്. പക്ഷേ ദീൻ കൊണ്ടുവന്നത് അത് ആലിമീങ്ങളല്ലാണ്ട് വിരോധനമില്ല. ഇതിനെക്കാട്ടി വിരോധനമായിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം തള്ളപ്പെടേണ്ടതാണ്, സ്വീകരിക്കാണ്ടിരിക്കുന്നതാണ്. ഇനി ഒരു ആലിമിനെ വിരോധാക്കിടെങ്കിൽ കിതാബുകൾ ചൊന്തു അത് ജാഹിയുടെ വിചാരമാണ്. അതുകൊണ്ട് വന്ന പാരമ്പര്യത്തെ ദീന് ഇവിടെ ഞങ്ങൾ നിലനിർത്തിയോണ്ട് വരുമ്പോഴാണ് ദീനുക്ക് ശക്തി കൂടണോ, ദീനുക്ക് നല്ല ബല വരണോ, ദീനുക്ക് നല്ല ഇൻട്രസ്റ്റ് കിട്ടണോ, ദീനോടെ നിലനിൽക്കണോ ചെല്ല ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇണ്ട് മുല്ലൂർക്കര ഉസ്താദോട് ബിൽപാട്ടിയത്. അൽഹംദുലില്ലാഹ് 500 കിലോമീറ്റർ അപ്പുറത്തിൽ നിന്നിട്ടാണ്, തൃശ്ശൂർ ഭാഗത്തിൽ നിന്നിട്ടാണ് ഉസ്താദോട് വന്നത്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ വേദിയിൽ മുല്ലൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് വേദിയിൽ വന്നിട്ടുണ്ട്. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي. أيها المبعوث فينا جئت بالأمر المطاع، جئت شرفت المدينة مرحبا يا خير داعي. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي. أيها المبعوث فينا جئت بالأمر المطاع، جئت شرفت المدينة مرحبا يا خير داعي. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي. ബാക്കിലല്ലേ എല്ലാ ഉസ്താദുമാർ നിങ്ങൾക്കായിട്ട് നല്ല
വേണ്ടതുപോലെ സൗകര്യം എതിരാണ് വെച്ചത്. ആ ഉസ്താദുമാരെല്ലാവരും ബാക്കിലുള്ള ഞങ്ങളെ ഉസ്താദുമാർ വാദി ഇർഫാനി പോലത്തെ പിന്നെ മാനേജർ അടക്കമുള്ള ആൾക്കാർ ബാക്കിലുള്ള ഭാരവാഹികൾ ലത്തീഫാക്ക സുലൈമാക്ക അടക്കമുള്ള ആൾക്കാർ ഉസ്താദുമാരെല്ലാവരും എതിർ കടന്ന് ദൈപ്പാട്ടണു. ഇൻഷാ അല്ലാഹ് വേദിയിലേക്ക് ഉസ്താദ് എല്ലാം എത്തിരി ആ ബാക്കിലുള്ള ആൾക്കാരെല്ലാവരും എഞ്ചിട്ട് എതിർ എണിക്കാണ്ട് ബാക്കിലുള്ള ആൾക്കാർ എഞ്ചിട്ട് എതിറുള്ള കുറിച്ചെല്ലാം ഭർത്തിയാക്കോറു. ആ ബെളുത്തെ കുറിച്ചെല്ലാം ആലിമികൾ വെച്ച് കൊടുക്കോറു. അൽഹംദുലില്ലാഹ് വേദിയിലുള്ള പല ആൾക്കാരെല്ലാം വന്നിറാറ്. ഇൻഷാ അല്ലാഹ് സ്വാഗത പ്രസംഗം വേണ്ടതുപോലെ ഇവിടുത്തെ സദർ ഉസ്താദ് യൂസുഫ് മദനി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇവിടെ സ്വാഗത പ്രസംഗം ആകണം.